ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാർക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാനും അതുപോലെ എൻ്റെ സിസ്റ്ററിൻ്റെ മകനും കൂടിയാണ് യൂണിവേഴ്സിറ്റി പാർക്കിലോട്ട് വന്നത്. അവർക്ക് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരു പാർക്കിൽ കൊണ്ടുപോകണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൽ തിരഞ്ഞെടുത്തതാണ് യൂണിവേഴ്സിറ്റി പാർക്കും. പക്ഷേ ഞാൻ വരുന്നത് ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ അടുത്ത് വരുന്നത് വീട്ടിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 12:30 മണിയോടാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്. ആ ടൈമിൽ ഭയങ്കര വെയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വരേണ്ടില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ നമുക്ക് തോന്നി വന്നത് വളരെ നന്നായി. നമുക്ക് മകനെ സിസ്റ്ററിൻ്റെ മകനെ നമുക്ക് കാലിക്കറ്റ് ലൈബ്രറി കാണിക്കാൻ പറ്റി. അതുപോലെ തന്നെ കാലിക്കറ്റിലുള്ള അവിടെ പഠന അന്തരീക്ഷം നമുക്ക് കാണിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളുടെ മക്കളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കാണിച്ചു കൊടുക്കുക. കുട്ടികൾ പഠിക്കുന്ന രീതിയും അതുപോലെ തന്നെ പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നീട് നമ്മൾ കാലിക്കറ്റ് പാർക്കിലാണ്, യൂണിവേഴ്സിറ്റിയിലെ പാർക്ക് ഉണ്ടായിരുന്നു. ശനി ഞായറും അത് 3 മണിക്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, പാർക്കിലേക്ക് കൂടി പോകാനും പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 3 മണിയായപ്പോൾ പാർക്കിലോട്ട് പോയി. ഇത് എൻ്റെ സിസ്റ്റർ ആണ്, എൻ്റെ സിസ്റ്ററിൻ്റെ മകനാണിത്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഒരു നല്ലൊരു ആൽമരമുണ്ട്. അവിടെ നല്ലൊരു ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു മരമാണ് ഇവിടെ. യൂണിവേഴ്സിറ്റി പാർക്കിലല്ലത് പുറത്താണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ ഗ്രൗണ്ടാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് സമയം ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ഈ പാർക്ക്, അതായത് യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിനുള്ളിൽ ഒരുപാട് പ്രാവശ്യങ്ങൾ വെറുതെ നടന്നു. വെയിലുണ്ടായിരുന്നെങ്കിൽ കൂടി അവിടെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ 3 മണിക്ക് ഞങ്ങൾ പാർക്കിലോട്ട് പോയി. അപ്പോൾ പാർക്കിൽ ആരും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ, കാരണം 3 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നത്. വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളാണ് ആദ്യമായിട്ട് പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് പറഞ്ഞാൽ ആളുകളില്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് അവിടുന്ന് കുറേ റീൽസ് എടുത്തു, ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ എന്ത് ചെയ്തു എടുത്തു ആ ടൈമിൽ. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഗാർഡനിങ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു. ഞങ്ങൾ മുതിർന്നവർക്കും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഒരുപാട്, ഞാനും എൻ്റെ ഏട്ടത്തിയും ഒരുപാട് ഊഞ്ഞാലിൽ ആടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മെജോറിറ്റി ആയിട്ട് ഇപ്പോൾ ഞാൻ അധികവും യാത്രയൊക്കെ ചെയ്യുന്നത് വളരെ ലോങ് ആയിട്ട് യാത്ര ചെയ്യാറില്ല, ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് യാത്ര പോവാറില്ല. അതിന് പകരം വളരെ അടുത്തേക്കാണ് യാത്ര അധികം പോവാറ്. കാരണം അതിന് വളരെ നമുക്ക് റിലാക്സ് ആയിട്ട് വന്ന് പോകാൻ പറ്റിയൊരു യാത്രയാണ് അധികം ചെയ്യാറ്. ഇപ്പം ആദ്യമൊക്കെ സോളോ ആയിട്ട് ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ഒരുപാട് യാത്രകൾ ഞാൻ പോവാറുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു കമ്പനിക്ക് കിട്ടിയാൽ എനിക്ക് വളരെ ഇഷ്ടമാണ് പോവാൻ. കാരണം മക്കളെന്ന് പറഞ്ഞാൽ, ചെറിയ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നമുക്ക് വളരെ എൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. കാരണം എനിക്ക് അവരെ പോലെ എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികളുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എനിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളാണ് എനിക്ക് യാത്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമ്പാനിയൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഗാർഡനിങ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു അടിപൊളി ഒരുപാട് ഗാർഡനിങ് ഉണ്ട്. ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ജോലിക്കാരുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗാർഡനിങ് പാർക്ക് വളരെയധികം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയും വൃത്തിയായിട്ടാണ് അവരതിനെ എന്ത് ചെയ്യുന്നത്, പരിപാലിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ എല്ലാത്തിലും ഒരു പുതുമ നിലനിർത്താൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് എനിക്ക് തോന്നി. ഈ 2024 പഠിച്ചൊരു കാര്യം എനിക്ക് എന്തെന്ന് വെച്ചാൽ, എല്ലാത്തിനും ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു സന്തോഷം, ഒരു സമാധാനം കണ്ടെത്താൻ ശ്രമിക്കണം. ഇനി മുതൽ ശ്രമിക്കണം. കാരണം നമ്മൾ വലിയ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കിട്ടുന്നതിനേക്കാളും പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ കിട്ടിയാൽ സന്തോഷകരമായി തോന്നുന്നതും നമുക്ക് എന്തായിരിക്കും, ചെറിയ ചെറിയ മൊമെൻറ്റ്സുകളും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് സന്തോഷം വളരെയധികം കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ ഒരു ലോങ് ടേമിലുള്ള ഗോള് നമുക്ക് വേണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടേമിലുള്ള ഗോള് കുറയുന്നതിന് പകരം നമുക്ക് ഷോർട്ട് ടേമിലുള്ള ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്ത് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, വിന്നറായി അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി അതിൽ നമ്മൾ വിജയിക്കാൻ സാധിക്കുമെങ്കിൽ സാധിച്ച് ആ ജീവിതത്തെ മനോഹരമാക്കാൻ ശ്രമിക്കാം. ഈ 2024 എന്നിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ലൈഫ് സ്മൂത്തായിട്ടാണ് പോയത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്മാരെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതും അതുപോലെ തന്നെ ഇതാണ് ജീവിതം എന്ന് മനസ്സിലാക്കിയത് ഈ 2024 അതുകൊണ്ട് തന്നെ ഈ 2025 വളരെ സ്മൂത്തായിട്ട് തന്നെ വളരെ സമാധാനപരമായിട്ട് തന്നെ പോകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് എപ്പോഴും റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികളെ കൊണ്ടിട്ടൊക്കെ നിങ്ങൾ എല്ലായ്പ്പോഴും അവരുടെ അടുത്തുള്ള ആളുകൾ എല്ലായ്പ്പോഴും വന്ന് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് പാർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാർക്ക് എന്ന് പറയുന്നത്. ഇതൊരു ലെങ്തി വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ കവർ ചെയ്യാത്ത ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ എല്ലാവരും നോക്കി കണ്ട് ഫൈനലി പൊന്നൂസിനൊരു അവിൽ മിൽക്ക് വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ പോകുന്നു.